അങ്ങനെ ബിഗ് ബോസ് സീസൺ 6 സ്റ്റാർട്ട് ചെയ്തിട്ട് 50 ദിവസം കഴിഞ്ഞു. ഒരു ഒഴുക്കിന്റെ ദിശയ്ക്കനുസരിച്ചാണ് അവിടെയുള്ള മത്സരാർത്ഥികൾ ഇത്രയും ദിവസം പോയിരുന്നത്. അതായത് വന്നയുടനെ ഗ്രൂപ്പുകൾ, കോംബോകൾ, അങ്ങനെ എല്ലാവരും ഒരു കംഫർട്ട് സോണിൽ ഇടം പിടിച്ചിരുന്നു. ഗെയിമിലാണെങ്കിൽ പോലും പലരും ഈ കംഫർട്ട് സോൺ വിട്ട് കളിച്ചിരുന്നില്ല. മൊത്തത്തിൽ പറഞ്ഞാൽ ഗെയിം ട്രാക്കിലേക്ക് പൂർണ്ണമായും ആരും എത്തിയിട്ടില്ല. ഇനി അങ്ങനെ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇനിയുള്ള 50 ദിവസം എന്നത് വളരെ നിർണായകമാണ്. ഒതുങ്ങിക്കൂടി വീടിനുള്ളിൽ സുഖമായി ഇരിക്കാമെന്നൊക്കെ കരുതിയാൽ അത് നടക്കില്ല. തുടർച്ചയായി എവിക്ഷൻ പ്രതീക്ഷിക്കാം. ഈ എവിക്ഷനിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാം. അതുപോലെ ടാസ്കുകളും ഗെയിമുകളും എല്ലാം കൂടുതൽ ടഫാവും. കൂടുതൽ ചാലഞ്ചേഴ്സ് വന്നേക്കാം. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. സംഭവം 50-ാം ദിവസമൊക്കെ അടിപൊളിയായി സെലിബ്രേറ്റ് ചെയ്തുവെങ്കിലും കഴിഞ്ഞ ദിവസത്തെ പോലെയൊക്കെ തന്നെയാണ് ഇന്നും അവസ്ഥ. ഒരു വിഷയത്തിലും കൃത്യമായ നിലപാടോ തീരുമാനമോ ഒന്നും ഉണ്ടായില്ല. പ്രേക്ഷകരെ ഒരു ഫൈനൽ ഡിസിഷൻ ഉണ്ടാകും എന്നൊക്കെ കരുതിയ ജിൻഡോ ജാസ്മിൻ പ്രശ്നത്തിലൊന്നും കാര്യമായ ഒരു നടപടിയും ഉണ്ടായില്ല. ഊതിക്കെടുത്തിയത് പോലെയാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. എവിക്ഷൻ ആണെങ്കിലും 1-2 പേരൊക്കെ പുറത്തു പോകുമെന്ന് കരുതി ഒരാൾ മാത്രമാണ് പുറത്തു പോയത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ബിഗ് ബോസ് 50-ാമത്തെ എപ്പിസോഡ് കടന്നുപോയത്. ഈ ഒരാഴ്ച ലാലേട്ടൻ ചർച്ച ചെയ്യണമെന്ന് പ്രേക്ഷകർ ആഗ്രഹിച്ച ഒന്നായിരുന്നു കിച്ചൺ ടീമിലെ പ്രശ്നവും അതുപോലെ ജയിലിൽ ജാസ്മിനും ജിന്നോയും തമ്മിലുണ്ടായ വഴക്കും. ആദ്യം തന്നെ കിച്ചൺ പ്രശ്നം. എന്തൊക്കെയോ സംഭവിക്കുന്നു കരുതി, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ജാസ്മിൻ അടിച്ച പ്രശ്നം ലാലേട്ടൻ നൈസായി ചിരിച്ചു ഒതുക്കി കളഞ്ഞു. അൻസിബ വ്യക്തമായി എന്താണ് കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ചെന്ന് പറഞ്ഞപ്പോഴും, അതായത് ഇത്രയും ദിവസം ഒറ്റയ്ക്കാണ് ഫുഡ് ഉണ്ടാക്കിയിരുന്നത്, ഹെൽപ്പ് ചെയ്യാൻ സ്വന്തം ടീമിൽ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല, അപ്പോഴും ജാസ്മിനോ ജിൻഡോയോ അത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവിടെയും ഞങ്ങൾ പണിയെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇരുവരും പറഞ്ഞുകൊണ്ടിരുന്നത്. മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കുമ്പോഴും അൻസിബ മാത്രമാണ് കിച്ചണിൽ ഉണ്ടായിരുന്നതെന്ന് തന്നെയായിരുന്നു അവരും പറഞ്ഞിരുന്നത്. അവിടെയാണ് നോറ സ്കോർ ചെയ്യുന്നത്. ജാസ്മിനെതിരെ കിട്ടിയ ഒരു ചാൻസും നോറ മിസ്സാക്കാറില്ല. കൃത്യമായി അവിടെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. ജാസ്മിനെ തെറ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ. അൻസിബ മാത്രമാണ് കിച്ചൺ ടീമിലെ ഡ്യൂട്ടികൾ ചെയ്തിരുന്നതെന്ന് ബിഗ് ബോസിന് ഉൾപ്പെടെ മനസ്സിലായതുകൊണ്ടാണ് അൻസിബയ്ക്ക് ഒരു അവാർഡൊക്കെ നൽകിയത്. ഇനി ജാസ്മിനും ജിൻഡോയ്ക്കും പണിഷ്മെന്റായി അടുത്ത 2 ആഴ്ച കൂടി കിച്ചൺ ടീമിലേക്ക് കിട്ടും. ഇനി ഇതിന്റെ ബേസിലായിരിക്കും അടുത്ത ടീമുകൾ ഡിവൈഡ് ചെയ്യുക. ജയിലിൽ നടന്ന ജാസ്മിൻ ജിൻഡോ പ്രശ്നമാണെങ്കിലും അവിടെയും കാര്യമായി ഒന്നും സംഭവിച്ചില്ല. ജാസ്മിൻ ജിൻഡോയെ അടിച്ചല്ലേ എന്ന് പറഞ്ഞ് ലാലേട്ടൻ സംഭവം ചിരിച്ചു തള്ളുകയാണ് ഉണ്ടായത്. സത്യത്തിൽ ആ സംഭവം ചർച്ചയാക്കേണ്ടിയിരുന്നു. കാരണം ജാസ്മിന് പകരം ജിൻഡോയാണ് അടിച്ചതെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളാവും ആ വീട്ടിലുണ്ടാവുമെന്ന് അറിയാമോ? ഉറപ്പായും ബിഗ് ബോസ് അതിലൊരു ആക്ഷൻ എടുക്കുകയും ചെയ്യും. സ്ത്രീകളെ തല്ലി എന്ന് പറഞ്ഞ് പ്രശ്നം വഷളാക്കുകയും ചെയ്യും. ഇവിടെ നേരെ മറിച്ചായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. എൻ്റെ അഭിപ്രായത്തിൽ ആര് തെറ്റ് ചെയ്താലും അത് ചൂണ്ടിക്കാട്ടുക തന്നെ ചെയ്യണം. ജാസ്മിൻ പ്രത്യേകിച്ച് ഒരു പരിഗണന നൽകേണ്ട ആവശ്യമൊന്നും അവിടെയില്ല. 50-ാം ദിവസത്തെ സെലിബ്രേഷൻ ആയതുകൊണ്ട് എവിക്ഷൻ ഉണ്ടായിരിക്കില്ല എന്ന് കരുതിയിരുന്നപ്പോഴാണ് എവിക്ഷൻ വന്നത്. സത്യത്തിൽ മത്സരാർത്ഥികൾ ഉൾപ്പെടെ ആ കോൺഫിഡൻസിലാണ് ഇരുന്നിരുന്നത്. കഴിഞ്ഞ ദിവസം 5 പേരെ ഓൾറെഡി ലാലേട്ടൻ സേവ് ആക്കിയിരുന്നു. ബാക്കിയുള്ള 6 പേരാണ് എവിക്ഷൻ പ്രോസസ്സിലേക്ക് എത്തിയത്. ജിൻഡോ, ജാസ്മിൻ, അപ്സര, അഭിഷേക് കെ, നന്ദന, സായി കൃഷ്ണ. നോമിനേഷനിലുള്ളവരെ ഗാർഡൻ ഏരിയയിലാക്കി പവർ ടീമിലുള്ളവർ ഓരോരുത്തരായി കാർഡിലുള്ള പേര് വായിച്ച ആ വ്യക്തിയെ മാലയിട്ട് വീടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അങ്ങനെ ആരുടെ പേരാണോ വായിക്കുന്നത് അവർ സേവ് ആകും. ആദ്യം സായ്, നന്ദന, അപ്സര, ജിൻഡോ ഇവരൊക്കെ സേവായി. ലാസ്റ്റ് വന്നത് ജാസ്മിനും അഭിഷേകുമാണ്. അപ്പോഴേ ഉറപ്പായിരുന്നു അഭിഷേക് തന്നെയാണ് പുറത്തു പോവുകയെന്ന്. കാരണം ജാസ്മിന്റെ മുഖത്ത് അത് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പുറത്തു പോവില്ല എന്ന രീതിയിലാണ് ജാസ്മിൻ നിന്നിരുന്നത്. അഭിഷേകാണ് അവസാനം എവിക്റ്റഡ് ആവുന്നത്. വന്ന പാടെ വലിയ വീരവാദമൊക്കെ ഇളക്കിയെങ്കിലും അതുപോലെ നിൽക്കാൻ അഭിഷേകിന് കഴിഞ്ഞിരുന്നില്ല. ഭൂരിഭാഗ സമയവും ഇമോഷണലി ഡൗൺ ആയതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്രാവശ്യം പുറത്തുപോയത്. എന്തായാലും അഭിഷേക് ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുകയാണ്. 50 ദിവസമായിട്ടും തിങ്ങി നിറഞ്ഞ അവസ്ഥയാണ് നിലവിൽ ബിഗ് ബോസ് വീട്ടിലുള്ളത്. ഒരാൾ അകത്തേക്ക് വരുന്നു, അപ്പുറത്തുകൂടെ പുറത്തേക്ക് പോകുന്നു. മര്യാദയ്ക്ക് എവിക്ഷൻ പോലും നടത്താൻ പറ്റാത്ത അവസ്ഥ. ഓൾറെഡി എവിക്ഷൻ പ്രോസസ്സ് ഒരുപാട് തവണയായി മാറ്റിവെക്കുന്നു. ഇനിയെങ്കിലും നടത്തിയില്ലെങ്കിൽ വോട്ടിംഗ് കൊണ്ടൊക്കെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് വരെ പ്രേക്ഷകർ ചോദിക്കും. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ ഒരുമിച്ച് പുറത്തു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ മിഡ് വീക്ക് എവിക്ഷനും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി 50-ാം ദിവസത്തെ സെലിബ്രേഷൻ. എല്ലാ മത്സരാർത്ഥികൾക്കും വീട്ടിൽ നിന്നും ഗിഫ്റ്റ് ഒക്കെ കൊടുത്തയച്ചിരുന്നു. കേക്ക് കട്ട് ചെയ്യുന്നു. അതുപോലെ ബിഗ് ബോസ് കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നവരുടെയും അതുപോലെ സീരിയൽ ആക്ടേഴ്സിൻ്റെയൊക്കെ ഒരു വിഷ് അറിയിക്കുന്നു. അതിലൊരു സന്തോഷം എന്ന് പറയുന്നത് അഭിഷേക് കേക്ക് കിട്ടിയ ഒരു ലെറ്റർ ആയിരുന്നു. അഭിഷേകിൻ്റെ അമ്മ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അയച്ച ഒരു ലെറ്ററാണ്. മത്സരാർത്ഥികൾ ഉൾപ്പെടെ ഈ ലെറ്റർ വായിച്ചത് കേട്ട് ഇമോഷണൽ ആയിരുന്നു. ഒരു കാര്യത്തിൽ അഭി ഹാപ്പി ആയിരിക്കും. കാരണം വീട്ടിൽ നിന്ന് പുറത്താവുന്ന ദിവസം തന്നെയാണ് അമ്മ തൻ്റെ ഐഡൻറ്റിറ്റിയെ ആക്സെപ്റ്റ് ചെയ്തു എന്ന് അറിയുന്നത്. ഇതിനൊക്കെ ഇടയിൽ ഓരോ മത്സരാർത്ഥികളും ഇന്റർവ്യൂവിനിടെ, അതായത് ബിഗ് ബോസിലേക്ക് സെലക്ട് ആവുന്നതിന് മുന്നോടിയായി ചെയ്ത ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ ബിഗ് ബോസ് വീഡിയോയിൽ പ്ലേ ചെയ്ത് കാണിച്ചിരുന്നു.
ഓരോരുത്തരും വീട്ടിലെത്തിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും, അതുപോലെ പ്രോമിസുകൾ, ഇതൊക്കെയായിരുന്നു മെയിൻ ആയിട്ട് ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ചിലരൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോഴും വീടിനുള്ളിൽ നിൽക്കുന്നത്. അതിലെ സായ്, അതുപോലെ അഭിഷേക് ശ്രീകുമാർ, ഇവരൊക്കെ പറഞ്ഞതിന്റെ 7 അകലത്ത് പോലും ഇതുവരെ എത്തിയിട്ടില്ല. ഞാൻ ഗെയിം കളിച്ച എല്ലാവരുടെയും ഗെയിമിനെ മാറ്റിമറിക്കുക എന്നൊക്കെയാണ് അഭിഷേകും സായും ഒക്കെ പറഞ്ഞത്. അവരിൽ തന്നെ ഒരു കോൺഫിഡൻസ് കൊടുക്കാനും അതുപോലെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തോ അല്ലെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി എന്നൊക്കെ അറിയാനാണ് സത്യത്തിൽ ഈ വീഡിയോ പ്ലേ കാണിച്ചത്. അങ്ങനെ വീക്കെൻഡ് എപ്പിസോഡ് ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. പ്രതീക്ഷിച്ച പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാ പ്രശ്നങ്ങളും ഒതുക്കി തീർക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഇനി നെക്സ്റ്റ് വീക്കാണ് വരാൻ പോകുന്നത്. കൂടുതൽ ടാസ്കുകളും അതുപോലെ ആക്ടിവിറ്റീസും ബിഗ് ബോസ് നൽകും. രതീഷ് കുമാർ ചാലഞ്ചർ ആയാണ് വീട്ടിലെത്തിയിരിക്കുന്നത്. അദ്ദേഹം എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ആരെങ്കിലും പ്രൊവോക്ക് ചെയ്യണോ എന്നൊക്കെ, അതോ വെറും 3 ദിവസമൊക്കെ നിന്നിട്ട് സാധാരണ പോലെ തിരിച്ചു പോകുമോ എന്നൊക്കെ ഇനി കണ്ടറിയാം.